അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനങ്ങൾക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനങ്ങളെയും അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ പ്രത്യേക സമയത്തും ഇങ്ങനെ എബ്രായ ലേഖനത്തിന്റെ പഠനത്തിനായി കൂടി വരുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്കൊരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. പിന്നീട് ഞങ്ങളുടെ വീഡിയോയും ഒക്കെ കാണുന്നവരോടായിട്ട് പറയട്ടെ, നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് വീഡിയോയ്ക്ക് അല്പം പ്രയാസം ഉണ്ടായേക്കാം. ദയവായി ക്ഷമിച്ചാലും, അഥവാ കൂടുതൽ പ്രശ്നമാകുകയാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തെന്നിരിക്കും. എങ്കിലും നിങ്ങളുടെ സഹകരണം കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് സമാധാനവും വീണ്ടെടുപ്പുമായി നമ്മുടെ കർത്താവായ യേശു തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മെ പിതാവിനോട് നിരപ്പിക്കുവാൻ പുത്രൻ ക്രൂശിൽ യാഗമായി, നമുക്ക് വേണ്ടി പരമയാഗമായി ക്രിസ്തു തീർന്നു. അത് ഓർത്ത് നന്ദിയുള്ളവരായി കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളമായിട്ട് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനാപൂർവം എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിലേക്ക് പിന്നെയും ശ്രദ്ധയെ തിരിക്കാമല്ലോ. ഒന്നും കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ പഠനം തുടരാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. സ്തോത്രം. താങ്ക് യു സുജ. ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും നമ്മുടെ കർത്താവായ യേശു സകലത്തിലും നിസ്തുലനാണ്. ജനനം കൊണ്ടും ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും എല്ലാം നമ്മുടെ കർത്താവ് വ്യത്യസ്തനും നിസ്തുലനും അതിശ്രേഷ്ഠനുമാണ്. സ്തോത്രം. ആ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശ്രേഷ്ഠത നാം ചിന്തിച്ചു വരികയാണ്. അതിൽ 1, 2, 3 വാക്യങ്ങളിൽ പ്രധാനമായും പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠൻ എന്നുള്ള ആശയമാണ് ലേഖകൻ പങ്കുവയ്ക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാകുവാനുള്ള പ്രധാന കാരണം അവിടെ പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പാട് പൂർണ്ണമായും മനുഷ്യജാതിക്ക് നൽകുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കേൾക്കാമോ? ഇന്ററപ്ഷൻ ഉണ്ട് പാസ്റ്ററെ, കേൾക്കാം. എന്നാലും ഇന്ററപ്ഷൻ ഉണ്ട് അല്ലേ? ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കി നോക്കട്ടെ. യെസ് പാസ്റ്റർ. സ്തോത്രം. സോറി. റേഡിയോയിലെ പോലെ ആയിരിക്കും ഇനിയും, എങ്കിലും ശ്രദ്ധിക്കുമല്ലോ. ഇപ്പം കേൾക്കാമോ?
യെസ് പാസ്റ്റർ. ഓക്കെ, സ്തോത്രം. ഇടയ്ക്ക് ഓണാക്കിയൊക്കെ നോക്കാം ഞാൻ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലത അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, പഴയ നിയമ പ്രവാചകന്മാർ ധാരാളം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിനെ കുറിച്ചാണ്. സ്തോത്രം. അത് തുടങ്ങി സ്നാപക യോഹന്നാൻ വരെ ഉള്ള പ്രവാചകന്മാർ, സ്തോത്രം, ദൈവം അയച്ചവർ, ദൈവത്തിന്റെ പ്രതിനിധികൾ, ദൈവമേൽപ്പിച്ച വിശേഷ ദൗത്യങ്ങൾ നിർവഹിച്ചവർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. എന്നാൽ അവരൊക്കെ ദൈവത്തിന് നൽകിയ ആ ഒരു നിർവചനമോ ദൈവത്തെ അവരൊക്കെ വെളിപ്പെടുത്തിയതോ അല്പാൽപമായും ഭാഗികമായും വിവിധമായ നിലകളിലുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ നിസ്തുലതകളിൽ ഒന്നാമതായി നമ്മൾ ഇവിടെ നിന്നും പഠിച്ചത് പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു നിസ്തുലൻ, ശ്രേഷ്ഠൻ. രണ്ടാമതായി നമ്മൾ കണ്ടു കർത്താവായ യേശു ദൈവത്തിന്റെ അന്തിമവും പരമവുമായ വെളിപ്പാടാണ്. സ്തോത്രം. മൂന്നാമത് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് യേശു ദൈവത്തിന്റെ പുത്രനാണ്. സ്തോത്രം. ദൈവത്തിന്റെ പുത്രനാണ്. പ്രവാചകന്മാരാരും ദൈവത്തിന്റെ പുത്രന്മാരായിരുന്നില്ല. എന്നാൽ യേശു ഇവിടെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് the most excellent supremacy of Jesus. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് ഇവിടെ അവൻ ദൈവപുത്രൻ എന്നുള്ളത്. ആ ദൈവപുത്രൻ എന്നുള്ളതിനെ നമ്മൾ എടുത്ത് ഇന്നലെ ചിന്തിക്കുകയായിരുന്നു. തിരുവെഴുത്ത് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ ഏകജാതൻ, ഓൺലി ബിഗോട്ടൻ സൺ, ഓൺലി ബിഗോട്ടൻ സൺ. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിലൂടെ വേദപുസ്തകം യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്നതിലൂടെ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നതിലൂടെ ചിലർ യേശുവിനെ സൃഷ്ടി എന്ന് കാണുന്നുണ്ട്. യേശു ദൈവത്തിന്റെ കേവലം സൃഷ്ടിയാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്, മെനി പീപ്പിൾ, മെനി ഹെററ്റിക്സ്, മെനി ക്രിറ്റിക്സ്, they considered Jesus as the creation, not equal to God, but inferior to God, just a creation of God. പക്ഷേ അത് അബദ്ധമാണ്, അത് തെറ്റാണ് എന്ന് നാം കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കി. അതായിരുന്നു നമ്മൾ ഇന്നലെയും നാം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ് നമുക്കേവർക്കും പരിചിതമായ ആ പ്രയോഗം പ്രധാനമായും നാം കാണുന്നത്. സ്തോത്രം. നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള ഗോൾഡൻ വേർഡ്സ് ഓഫ് ദ ബൈബിൾ, കീ വേർഡ്സ് ഓഫ് ദ ബൈബിൾ, കീ വേർഡ്സ് ഓഫ് ദ ബൈബിൾ. ബൈബിളിലെ തന്നെ ഏറ്റവും താക്കോൽ വാക്യമാണത്. താക്കോൽ വാക്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ അവിടെ ഏകജാതനായ പുത്രൻ, ഓൺലി ബിഗോട്ടൻ സൺ. സ്തോത്രം. ഓൺലി ബിഗോട്ടൻ സൺ. ബൈബിളിൽ 2 ഭാഗങ്ങളിലാണ് ഓൺലി ബിഗോട്ടൻ സൺ എന്ന പ്രയോഗം നാം കാണുന്നത്. ഹീബ്രൂസ് 11:17 പ്ലീസ്. എബ്രായർ 11:17 വാക്യവും കൂടെ നോക്കിക്കാട്ടെ. വായിക്കുന്നുണ്ടോ ആരെങ്കിലും? 11:17, 11:17 ഹീബ്രൂസ്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. സ്തോത്രം. ഇസഹാക്കിനെ കുറിച്ച് അവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇസഹാക്ക് അബ്രഹാമിന്റെ ഏകജാതനായിരുന്നു എന്നാണ്. ഏകജാതനായിരുന്നു. ഈ 2 ഭാഗങ്ങളിലാണ് പ്രധാനമായും ഒറിജിനൽ ബൈബിളിൽ മൂലഭാഷയിൽ മലയാളത്തിൽ എനിക്കൊന്ന് 18 വാക്യമാണ്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മതി ആന്റി. താങ്ക് യു അന്നമ്മ ആന്റി. സ്തോത്രം. അവിടെ കണ്ടോ 18 അവസാനത്തിൽ ഇംഗ്ലീഷിൽ 17 വാക്യമാണ് അല്ലേ? ഇംഗ്ലീഷിൽ 17 വാക്യമാണ്. English it is begotten son is there. Yeah, begotten son. മലയാളത്തിൽ 18 വാക്യത്തിന്റെ അവസാനമാണ് എഴുതിയിരിക്കുന്നത്, അബ്രഹാം തന്റെ ഏകജാതനെ അർപ്പിച്ചു. അവിടെ ഏകജാതൻ എന്ന പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇങ്ങനെ യോഹന്നാൻ 3:16 എബ്രായ ലേഖനം 11 ഇംഗ്ലീഷിൽ 17 മലയാളത്തിൽ 18 നാം ഏകജാതൻ എന്നുള്ള പ്രയോഗത്തെ കാണുന്നത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ ഏകജാതൻ എന്ന പ്രയോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥവും നാം ഇന്നലെ കാണുകയുണ്ടായി. എന്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി. സ്തോത്രം. ഒന്നും കൂടെ ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതായത് നമ്മൾ ട്രിനിറ്റി പഠിച്ച സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ വിഷയങ്ങളെടുത്ത് പഠിച്ചിരുന്നതാണെങ്കിലും ഒന്നും കൂടെ ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം മോണോജെനീസ് എന്നുള്ളതാണ്. മോണോജെനീസ്, MONOGENES, MONO, മോണോ ഒറ്റ വാക്കാണ്. മോണോജെനീസ്, GENES, മോണോജെനീസ്. ഈ മോണോജെനീസ് എന്നതിന് പ്രധാനമായും 2 അർത്ഥങ്ങളാണുള്ളത്. 2 അർത്ഥങ്ങൾ. ഈ മോണോജെനീസ് എന്ന മൂലപദത്തിന് 2 അർത്ഥങ്ങളാണ്
പുതിയ നിയമത്തിന്റെ ലെക്സിക്കനിൽ ഗ്രീക്ക് നിഘണ്ടുവിൽ കൊടുത്തിട്ടുള്ളത് ടു പ്രൈമറി ഡെഫിനിഷൻസ് ഫോർ ദിസ് മോണോജനീസ്. അതിൽ ഒന്നാമത്തേതിന്റെ അർത്ഥം, ദ ഫസ്റ്റ് ഡെഫിനിഷൻ ഈസ് pertaining to being the only one of its kind within a specific relationship. ഒന്നുകൂടെ പറയാം, മോണോജനീസ് എന്നതിന് രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാഥമികമായ അർത്ഥങ്ങൾ. അതിൽ ഒന്നാമത്തെ അർത്ഥം pertaining to being the only one of its kind within a specific relationship. This is the meaning in Hebrews 11:17 in English, 18 in Malayalam. സ്തോത്രം. മനസ്സിലായോ? അതായത് രണ്ടർത്ഥങ്ങളിൽ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഏകജാതൻ എന്ന് എബ്രായർ 11:18 വാക്യത്തിൽ, മലയാളത്തിലെ 18 വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ഏകജാതന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബന്ധത്തിൽ ഉള്ള ഒരു പ്രത്യേക വർഗം, ഒരു പ്രത്യേക ബന്ധത്തിലുള്ള ഒരു പ്രത്യേക വർഗം. സ്തോത്രം. That which is pertaining to being the only one of its kind. അങ്ങനെയുള്ള ഒന്നേ ഒന്ന്. അതായത് ഇവിടെ ബന്ധത്തിലാണ് വിഷയം. അതായത് അബ്രഹാമിന് ധാരാളം മക്കൾ, ഒന്നിലധികം മക്കൾ അബ്രഹാമിനുണ്ട്. കുറഞ്ഞ പക്ഷം ഈ യാഗം കഴിക്കുന്ന സമയത്ത് ഇശ്മായേലുണ്ട്. അപ്പോൾ ഒന്നിലധികം മക്കൾ ഉണ്ടെങ്കിലും ഇവിടെ ഇസഹാക്കിനെ വിളിക്കുന്നത് അബ്രഹാമിന്റെ ഏകജാതനെന്ന. സത്യത്തിൽ ഇസഹാക്ക് ഇവിടെ അബ്രഹാമിന്റെ ഏകജാതനല്ല. അബ്രഹാമിന് വേറെ മക്കളുണ്ട്. പക്ഷേ ഏകജാതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? കേൾക്കാൻ കുഴപ്പമില്ലല്ലോ? വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ. ഏകജാതൻ എന്നിവിടെ വിളിച്ചിരിക്കുന്നത് മറ്റു മക്കൾ ഉണ്ടായിട്ടും കൂടെ ഇസഹാക്കിന് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഇസഹാക്കിനെ പോലെ വേറെ ഒരാളില്ല. അത് വാഗ്ദത്ത സംബന്ധമായിട്ടാണ്. എബ്രായർ 11 വരുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗം വിവരിക്കാതെ വിടാനായിട്ട് സാധിക്കും, ഇപ്പോൾ ഈ കാര്യം പറയുന്നത് കൊണ്ട്. ഇശ്മായേൽ ഉണ്ട്, പക്ഷെ ഇശ്മായേലിന് അബ്രഹാമുമായിട്ട് ഇസഹാക്കിനുള്ളതുപോലെ ഒരു ബന്ധമില്ല. കാരണം അവൻ ദാസിയിൽ പിറന്ന മകനാണ്, സാറായിൽ പിറന്ന മകനല്ല. സ്വന്തം ഭാര്യയിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് പിറന്നവനല്ല ഇശ്മായേൽ എന്നതുകൊണ്ട് ഇശ്മായേൽ മൂത്ത പുത്രനാണെങ്കിലും ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന്റെ ഏകജാതൻ എന്ന് വിളിച്ചിരിക്കുന്നു. കാരണം ഇശ്മായേലിന് ഇല്ലാത്ത ഒരു പ്രത്യേക ബന്ധം ഇസഹാക്കിന് അബ്രഹാമുമായിട്ടുണ്ട്. ഇസഹാക്കിന് മാത്രമേ ആ ബന്ധമുള്ളൂ. പിന്നീട് പിറന്ന മക്കളെ നോക്കിയാലും ശരി, അവർക്കും ആർക്കും അബ്രഹാമുമായിട്ട് ഇസഹാക്കിനുണ്ടായിരുന്നത് പോലെ ഉള്ള ബന്ധം ഇല്ലായിരുന്നു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്
the second meaning or the second primary meaning of the word monogenes is something that we read in John 3:16. യോഹന്നാൻ 3:16 പറയുന്ന മോണോജനീസ്, ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് which is pertaining to being the only one of its kind or class, unique in kind. That which is pertaining to being the only one of its kind or class, unique in kind. ഇവിടെ it is not relationship, but it is the very substance, it is the very essence, the only one, the unique one of its own kind or class or of essence. യോഹന്നാൻ 3:16 പറയുന്ന ഏകജാതൻ, അതിന്റെ അർത്ഥം സ്തോത്രം നിസ്തുല്യമായി അത് മാത്രമേ ഉള്ളൂ. ഏത് ബന്ധത്തിൽ? അതിൻ്റെ അന്തസത്തയിൽ, അതിൻ്റെ സത്തയിൽ, എസൻസിൽ. അപ്രകാരമുള്ള വേറെ ഒന്നില്ല, ഉണ്ടാകാൻ പറ്റില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എന്താണ്? ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമുള്ള, പിതാവെന്ന് വിളിക്കുന്ന ദൈവത്തിന് തത്തുല്യനായ, സകലത്തിലും തത്തുല്യനായവൻ എന്നാണ് ഇവിടുത്തെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ അത് സൃഷ്ടിയല്ല, co-equal, co-eternal, co-equal even in essence, in existence, in authority, in its kind. അതേ രീതിയിലുള്ള, അതിൻ്റെ വർഗത്തിൽ, അതിൻ്റെ സത്തയിൽ, അതിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ അസ്തിത്വത്തിൽ എല്ലാം ദൈവത്തോട് തത്തുല്യനായവൻ എന്നാണ് യേശു ദൈവത്തിന്റെ ഏകജാതൻ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ അർത്ഥം. അങ്ങനെ യേശു, സ്തോത്രം, നിസ്തുല്യൻ. ഏത് വിഷയത്തിൽ? എങ്ങനെ? അവൻ ദൈവത്തിന്റെ പുത്രൻ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നല്ല അർത്ഥം. സ്തോത്രം. അർത്ഥം നമ്മൾ കണ്ടു. ദൈവത്തോട് തത്തുല്യനായി, നിത്യത്വത്തിൽ, അസ്തിത്വത്തിൽ, സകലത്തിലും നിലകൊള്ളുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ യേശു ദൈവപുത്രൻ. സ്തോത്രം. യേശു ദൈവപുത്രൻ. അതുകൊണ്ട് പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ, നിസ്തുലൻ. സ്തോത്രം. ഇത്രയും വ്യക്തമാണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോകാമല്ലോ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത, ശ്രേഷ്ഠത,
പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൈവത്തിന്റെ നിസ്തുലൻ മീൻസ് യുണീക്ക്, cannot be compared with. സ്തോത്രം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ എന്ന് പാടത്തില്ലേ, അത് തന്നെ. സ്തോത്രം. ഒന്നിലും ക്രിസ്തുവിനോട് തുല്യം ചൊല്ലാൻ ആരുമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹി ഈസ് യുണീക്ക് ഇൻ ഹിസ് ബീയിങ്, in his status, in his even human birth. Jesus was unique in his life, ministry, death, resurrection. In everything, Christ is Nistulan, Nistulan, Nirupaman, Atulyan, unique. Stotram, very special, quite different, supreme. Stotram. അപ്പോൾ യേശു ക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠത നമ്മൾ കണ്ടു. ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി, ദൈവത്തിന്റെ അന്തിമവും പരമവുമായ വെളിപ്പാട്. മൂന്നാമത് നമ്മൾ കണ്ടു, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വെച്ചാൽ ദൈവത്തോട് സകലത്തിലും തത്തുല്യനായവൻ. സ്തോത്രം. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിനുണ്ടായ ഒരു പ്രധാന കാരണവും അത് തന്നെയായിരുന്നു. ക്രിസ്തു തന്നെത്താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. അത് അവരെ സംബന്ധിച്ച് ദൈവദൂഷണമായിരുന്നു. For Jews, it was a blasphemy while Jesus was addressing God as his Father, or presenting himself as the Son of God. For them, it was a blasphemy. And that blasphemy required death penalty. That's why they wanted to crucify him and kill him. ക്രിസ്തുവിനെ യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു, തന്നെ തന്നെ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തി. അത് അവരെ സംബന്ധിച്ച് ദൈവദൂഷണമായിരുന്നു. സ്തോത്രം. അപ്പോൾ ക്രിസ്തു ദൈവപുത്രൻ, സകലത്തിലും ദൈവത്തോട് തത്തുല്യൻ. ശരി, കാണും ക്രിസ്തുവിന്റെ നിസ്തുല്യതയായി നമ്മൾ എന്താണ് കാണുന്നത്? നാലാമതായിട്ട് സകലത്തിന്റെയും അവകാശി. സ്തോത്രം. അവൻ സകലത്തിന്റെയും അവകാശി. Praise God. Because he is the Son, he is also the heir of everything. അവൻ ദൈവത്തിന്റെ പുത്രനാകയാൽ സകലത്തിനും അവകാശിയും കൂടെയാണ്. സകലത്തിനും അവകാശിയും കൂടെയാണ്. സ്തോത്രം. വേറെ ആർക്കും ആ അവകാശം ഇല്ല. സ്തോത്രം. ആ അവകാശം എന്ന് പറയുന്നത്, സ്തോത്രം, ആ അവകാശം എന്ന് പറയുന്നത് സകലത്തിന്റെ മേലും ദൈവത്തിനുള്ള അവകാശമാണ്. പ്രത്യേകിച്ച് that was divine original intention when God created man. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചിരുന്നു
ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് സകല സൃഷ്ടിയുടെ മേലും ആധിപത്യം നടത്തണമെന്ന്. നമ്മൾ അതിനെ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഗാഡ് മെയ്ഡ് മാൻ ഫോർ ഫെലോഷിപ്പ് ആൻഡ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ്. സകല സൃഷ്ടിയുടെ മേലുമുള്ള തൻ്റെ അധികാരം പങ്കുവയ്ക്കുവാൻ വേണ്ടി. സ്തോത്രം. കൂട്ടവകാശിയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യൻ പാപത്തിൽ വീണു, അതിൽ നിന്നൊക്കെ മാറിപ്പോയി. യേശുക്രിസ്തു ദൈവപുത്രൻ, യേശുക്രിസ്തു മനുഷ്യപുത്രനായും കൂടെ അറിയപ്പെടുന്നു. അത് മെസ്സിയാനിക് ടൈറ്റിലാണ്. സ്തോത്രം. തൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നതാണെങ്കിൽ കൂടെ അത് മശിഹായിക്ക് വേണ്ടി പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് മനുഷ്യപുത്രൻ. അപ്പോൾ ദൈവപുത്രനായും മനുഷ്യപുത്രനായും യേശുക്രിസ്തു സകലത്തിനും അധികാരിയായി, അവകാശിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ച വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ മറ്റാർക്കും വാങ്ങാൻ കഴിയാതിരുന്ന സപ്തമുദ്രിത പുസ്തകം യേശുക്രിസ്തു വാങ്ങുമ്പോഴും ഇതേ ആശയം അവിടെ ഉണ്ട്. സ്തോത്രം. യേശു സകലത്തിൻ്റെയും അവകാശി. സ്തോത്രം. സകലത്തിൻ്റെയും അവകാശി, സകലത്തിനും അധികാരമുള്ളവൻ, ദ റൈറ്റ്ഫുൾ ഹെയർ ഓഫ് എവ്രിതിങ്. സ്തോത്രം. ഇവിടെ അവകാശി എന്ന് പറയുന്നത് ഒരു ഉത്തരാധികാരിയായിട്ട് കണക്കാക്കരുത്. പിതാവിൻ്റെ കാലശേഷം പിതാവിനുള്ള സ്വത്തൊക്കെ അവകാശപ്പെടുന്ന ഒരു മകനെ പോലെ കാണരുത്. കാരണം ഇവിടെ സകലത്തിൻ്റെയും സ്രഷ്ടാവും ഉടയവനുമായ പിതാവായ ദൈവം നീങ്ങിപ്പോകുന്നവനല്ല, മാറിപ്പോകുന്നവനല്ല, മരിച്ചു പോകുന്നവനല്ല. സ്തോത്രം. ഇപ്പം വീഡിയോയും ഓഡിയോയും കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പോൾ സകലത്തിനും ഉടയവനായ നമ്മുടെ ദൈവം മരണത്താലോ മറ്റൊന്നിനാലോ മാറിപ്പോകുന്നവനല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവോ ഏതെങ്കിലും മനുഷ്യരോ വിശുദ്ധന്മാരോ ഒന്നും ദൈവത്തിൻ്റെ ഉത്തരാധികാരികളല്ല. നമ്മൾ അതുകൊണ്ടാണ് വെളിപ്പാട് 5-ാം അധ്യായത്തിൽ ആ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം അതൊരു വിൽപത്രമല്ലെന്ന് പഠിച്ചത്. അന്നും നമ്മൾ ഇക്കാര്യം പറഞ്ഞിരുന്നു. We had seen while learning from Revelation chapter 5 about the 7-sealed book. Many people thought the 7-sealed book as a vilpatramite. It is not at all a will, because God doesn't need to make a will as he is eternal. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന് വിൽപത്രം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വില്ലുണ്ടാക്കുന്നത് മരിച്ചു പോകുന്ന മനുഷ്യരാണ്. ഞാനിനി എന്ന് മരിക്കുമെന്നറിയാത്തത് കൊണ്ട് എൻ്റെ സമ്പത്തിന് വേണ്ടി എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവും എല്ലാം കൂടെ വഴക്കുണ്ടാക്കാതിരിക്കാൻ ഞാൻ ജീവനോടിരിക്കുമ്പോൾ സുബോധമുള്ളപ്പോൾ തന്നെ വില്ലുണ്ടാക്കി വെക്കുന്നു. ഞാൻ മരിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഉടനെയെങ്ങും മരിക്കത്തില്ലെന്ന് വിചാരിക്കുന്നവർ പ്രായം ചെന്നാലും അത് ചെയ്യത്തുമില്ല. ഒടുവിൽ
ചിന്തിക്കാത്ത സമയത്ത് ആൾക്കാർ മരിക്കുകയും ചെയ്യും. പിന്നെ പിള്ളേരെല്ലാം കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഒത്തിരി കുടുംബങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ചിലരാണെങ്കിൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ വില്ലുണ്ടാക്കി വെക്കും. അപ്പൊ മരിക്കുന്ന മനുഷ്യർക്കാണ് വിൽപത്രം. ഇവിടെ ദൈവം മരണമില്ലാത്തവനാകയാൽ, മാറ്റമില്ലാത്തവനാകയാൽ, നിത്യനാകയാൽ വില്ലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നാമോ ക്രിസ്തുവോ ഇവിടെ എന്തിൻ്റെ എങ്കിലും അവകാശികൾ എന്ന് വരുമ്പോൾ, സ്തോത്രം, ദൈവത്തിന് ശേഷം ഉള്ള അവകാശമെന്ന് കരുതരുത്. സ്തോത്രം. അതുകൊണ്ടാണ് റോമർ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. എന്നിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കൂട്ടവകാശികളും തന്നെ. സ്തോത്രം. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. ഇവിടെ യേശു ക്രിസ്തുവിനെ എടുത്തു പറഞ്ഞിരിക്കുന്നു, അവൻ സകലത്തിനും അവകാശി ആക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം യേശുവിനെ സകലത്തിനും അവകാശി ആക്കി വെച്ചു. സ്തോത്രം. സകലത്തിനും അവകാശിയാക്കി വെച്ചു. ദൈവത്തിനുള്ള സകല അധികാരങ്ങളും അവകാശങ്ങളും, സ്തോത്രം, യേശുവിന് കൊടുത്തു എന്ന് അർത്ഥം. ദൈവത്തിന് മാത്രമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ദൈവത്തിന് മാത്രമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പാപങ്ങളെ മോചിപ്പാനുള്ള അധികാരം ദൈവത്തിന്. എന്തോ? പാപമോചനം. സ്തോത്രം. ജീവനെ കൊടുക്കാനുള്ള. അതെ, സ്തോത്രം. ഏറ്റവും വലിയ ദൈവത്തിന്റെ അധികാരമാണ് പാപമോചനം. യേശുക്രിസ്തു മനുഷ്യനായി, സാധാരണ മനുഷ്യനായി, മർത്യമായ ദേഹത്തിൽ ഈ മണ്ണിലൂടെ നടന്നപ്പോൾ പോലും യേശു അനേകരുടെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു. സ്തോത്രം. അനേകരുടെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു. അപ്പോഴും യേശുക്രിസ്തു പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ആരാണെന്നാ. സ്തോത്രം. ദൈവം ആണെന്ന്. 4 ആൾ ചുമന്നുകൊണ്ട് വന്ന പക്ഷവാതക്കാരനോട് കർത്താവ് ആദ്യം പറഞ്ഞത്, മകനെ നിന്റെ പാപം. പറഞ്ഞു സുജയ്. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്കെടുത്ത് നടക്കുക. സ്തോത്രം. പക്ഷെ അത് കേട്ടപ്പോൾ ആൾക്കാർക്ക് പ്രയാസം തോന്നി, പിറുപിറുത്തു. ഇവൻ എന്ത് ദൈവദൂഷണമായി പറയുന്നേ? പാപങ്ങൾ മോചിക്കാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ദൈവത്തിന് മാത്രം. ആ ദൈവത്തിന് മാത്രം അധികാരമുള്ള പാപമോചനം കൊടുക്കാൻ ഇവനാരാ? അവർക്കിത് മനസ്സിലായില്ല. അതിനുവേണ്ടി യേശു എന്ത് ചെയ്തു? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാമെന്ന് പറഞ്ഞു. ഇതിലേതാ എളുപ്പം? പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ പാപം മോചിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലോ ആർക്കെങ്കിലും മനസ്സിലാകുമോ?
നമ്മുടെ കൂട്ടത്തിലും ആൾക്കാരുണ്ടല്ലോ, എൻ്റെ പാപം മോചിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് സംശയത്തോടെ ഇരിക്കുന്നവർ പലരും കാണുമല്ലേ? കാണും, സാധ്യതയുണ്ട്. ആർക്കറിയാം പാപം മോചിച്ചോ ഇല്ലയോ, ഇനി വേറെ വല്ലതും ചെയ്യണോ? പിന്നെ ഇങ്ങനെ അങ്ങ് പോവുക, ഒരു ഓളത്തിനങ്ങ് പോവുക ചിലരൊക്കെ. കൂടുതൽ സംശയം വരുമ്പം ഈ എബ്രായ വിശ്വാസികളെ പോലെ, ഗലാത്യ വിശ്വാസികളെ പോലെ വേറെയും ചിലതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ചെയ്യിക്കാനും തുടങ്ങും, ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ തുടങ്ങും. അപ്പം ഈ ജനത്തിനും ഈ ഒരു കുഴച്ചിലുണ്ടായി. കർത്താവിനും അത് മനസ്സിലായി. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് ഈ പക്ഷപാതക്കാരനോട് പറഞ്ഞാൽ, അല്ലെ വേറെ ഒരാളിനോട് പറഞ്ഞാൽ, പാപം മോചിച്ചോ ഇല്ലയോ എന്നൊന്നും ഒരു പിടുത്തമില്ലല്ലോ. നിന്റെ വയറ്റിലെ മുഴ നീങ്ങി എന്നൊക്കെ ഇന്ന് ചിലർ പ്രസംഗിച്ച് പ്രവചിച്ച് പറയുന്നത് പോലെ, വയറ്റിൽ മുഴ ഉണ്ടായിരുന്നോ എന്ന് ഈ രോഗിക്ക് പോലും, രോഗി എന്ന് പറയുന്ന ആൾക്ക് പോലും അറിയത്തില്ല. ഇനിയിപ്പോ നീങ്ങിയെന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നതിന് എക്സ്റേക്കകത്ത് വരുത്തുമില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് കാണത്തക്കതുപോലെ ഒരു കാര്യം പറയാം. നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ. കർത്താവ് ചോദിച്ചു, ഇതിലേതാ എളുപ്പം? ഇതിലേത് പറയുന്ന എളുപ്പം? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നെന്ന് പറയുന്നതാണ് എളുപ്പം, അതോ നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറയുന്നതാണ് എളുപ്പം? Pick up your mat and go. എളുപ്പം ഏതാ? പിടിക്കപ്പെടാതെ പ്രശ്നമില്ലാതിരിക്കാൻ പറ്റുന്നത്? വീട്ടിൽ പോകാൻ പറഞ്ഞത്. വീട്ടിൽ പോകാൻ പറഞ്ഞത് വീട്ടിൽ പോയില്ലെങ്കിൽ തല്ലുള്ളൂ. പാവങ്ങൾ മോചിക്കാൻ പറ്റും. പാവങ്ങൾ മോചിച്ചു എന്ന് പറഞ്ഞ എളുപ്പം. ആരും കാണത്തില്ലല്ലോ അത്. സ്തോത്രം. അതേസമയം കിടക്കെടുത്ത് തളർവാദ രോഗിയോട് പറയുകയാണ്, കിടക്കെടുത്ത് വീട്ടിൽ പോവുക. അതത്ര എളുപ്പമല്ല, കാരണം അന്നേരം സംഭവിക്കണം അത്. കർത്താവിനെ സംബന്ധിച്ചത് രണ്ടും ഒരുപോലെ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ പാപങ്ങൾ മോചിക്കുക എന്നുള്ളതാണ് കഠിനമായിട്ടുള്ളത്. പക്ഷെ നമുക്കത് കാണാൻ ഒക്കാത്തത് കൊണ്ട് അത് എളുപ്പമാണ്. ആരോട് വേണമെങ്കിൽ ആർക്കും പറയാം, ശരി, ക്ഷമിച്ചു തന്നിരിക്കുന്നു, പാപം മോചിച്ചിരിക്കുന്നു, പൊക്കോ, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ മറ്റേത് പറഞ്ഞാൽ നടക്കണം അന്നേരം, ഇല്ലെങ്കിൽ ആൾക്കാരെല്ലാം കൂടെ ഈ പറയുന്നവനെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തക്കതുപോലെ, ഇൻസ്റ്റന്റേനിയസ് ആയി, ഇപ്പോൾ തന്നെ സംഭവിക്കത്തക്കതുപോലെ ഞാൻ പറയാൻ പോവുക, നീ കിടക്കെടുത്ത് നടന്നു പോവാൻ. പറഞ്ഞതുമല്ല ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. വിക്കിയൊന്നുമല്ല, ഘട്ടം ഘട്ടമായിട്ടൊന്നുമല്ല. അവൻ ചാടി എഴുന്നേറ്റ്, എനിക്കൊന്ന് താങ്ക് യു പോലും പറയാൻ ഇവൻ നിന്നില്ല, കിടക്കെടുത്തോണ്ട് ഒറ്റ പോക്ക്. അങ്ങനെ എത്രയോ പേരുടെ പാപങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ ഒരു പച്ച മനുഷ്യനായി പച്ച മണ്ണിൽ പാദമൂന്നി നിന്ന കാലത്ത് പോലും മോചിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പോൾ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം പിതാവായ ദൈവത്തിനുണ്ടായിരുന്ന അതേ അധികാരം എല്ലാറ്റിനും അവകാശിയാക്കി വെച്ചു. ഇവിടെ എടുത്തു പറയുന്നത് ഇപ്രകാരമുള്ള അധികാരങ്ങളെ കുറിച്ചല്ല, സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പാപമോചനം, പിന്നീട് ന്യായവിധി, പിന്നെ ആരാധന സ്വീകരിക്കൽ തുടങ്ങിയുള്ള ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന
ദൈവത്തിന് മാത്രം ഉചിതമായ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അത് നമ്മൾ പഠനാർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ അക്ഷരീയമായി പറയുന്ന അർത്ഥം, സ്തോത്രം, ഒന്നും രണ്ടു വാക്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ, അപ്പൊ നമുക്ക് അല്പം കൂടെ മനസ്സിലാകുമല്ലോ. 1-ാമത്തെ അധ്യായം, എബ്രായർ 1-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. അറിയില്ലേ? Long ago, at many times and in many ways, God spoke to our fathers by the prophets. But in these last days, He has spoken to us by His Son, whom He appointed the heir of all things, through whom also He created the world. സ്തോത്രം. It's about the created world. Exactly what is written over here is about it includes everything, but exclusively here it speaks about the created world. That means Jesus is the destined empire. The destined empire belongs to him. He is the emperor of everything. സ്തോത്രം. ഓക്കെ, യേശുക്രിസ്തു ഇവിടെ ദൈവത്തിന്റെ പുത്രൻ ആകയാൽ, യേശുക്രിസ്തു ഇവിടെ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയവനാകയാൽ, മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠനും നിസ്തുലനുമാകയാൽ, സകല സാമ്രാജ്യങ്ങൾക്കും യേശുവിനെ അവകാശിയാക്കി വെച്ചു. Jesus is made or appointed Lord or emperor or the king or the ruler or the heir of everything created. സൃഷ്ടിക്കപ്പെട്ട സകലത്തിനും മീതെ അവനെ അവകാശി ആക്കി വെച്ചു. അതാണ് അതിന്റെ മറ്റൊരു ഭാഷ്യമാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ പറഞ്ഞത്. സ്തോത്രം. നമുക്കറിയാമല്ലോ 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ ഫിലിപ്പിയൻസ് 2:9 following. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിൽ മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സ്തോത്രം. സകല നാമത്തിനും മേലായ നാമം നൽകി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കി വെച്ചു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും തിരുമുമ്പിൽ മടങ്ങും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും നാവെല്ലാം യേശു കർത്താവെന്ന് ഏറ്റുപറയും. ഇതേ കാര്യം എഫേസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 20 മുതലും പൗലോസ് പറയുന്നുണ്ട്. എഫേഷ്യൻസ് 1:20 following. എഫേസ്യർ 1:20 തൊട്ട്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന
അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ എബ്രായ വിശ്വാസികൾ ഈ അവരുടെ പിന്മാറ്റത്തിന്റെ ഈ അവസ്ഥയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ഹി വാസ് ജസ്റ്റ് എ ഗാലീലിയൻ, വെറും ഒരു ഗലീലക്കാരൻ. ഗലീലക്കാരന്റെ സ്റ്റാറ്റസ്, അവരുടെ പദവികളെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. യെരുശലേമിൽ താമസിക്കുന്ന യഹൂദന്മാർക്ക് ഗലീലക്കാരായ യെഹൂദന്മാരെ കുറിച്ച് വലിയ മതിപ്പൊന്നും ഇല്ല. അപ്പൊ സ്വന്തം ജാതിക്കാരായ യഹൂദന്മാർക്ക്, യെരുശലേമിൽ താമസിക്കുന്ന യഹൂദ്യർക്ക്, ഗലീല കടലിന് അക്കരെ താമസിക്കുന്ന ഗലീലക്കാരായ യഹൂദന്മാരെ കുറിച്ച് ഒട്ടുമേ മൂല്യമില്ല, വിലയില്ല. ഓ, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, കാശില്ലാത്തവര്, പത്രാസ് ഇല്ലാത്തവര്, അധികവും മീൻപിടുത്തക്കാര്, അന്നന്നത്തേക്കുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്നവര്, യെരുശലേമിൽ താമസിക്കാൻ അർഹതയില്ലാത്തവര്, ദേവാലയ ശുശ്രൂഷകളിലും അവിടുത്തെ ഭരണത്തിലുമൊന്നും പങ്കില്ലാത്തവർ, ഈ നിലകളിലൊക്കെ ഗലീലക്കാരെ തരം താണ് കണ്ടിരുന്നു. യേശു സ്വയം യഹൂദ്യയിലെ ബേത്ലഹേമിലാണ് ജനിച്ചതെങ്കിലും ജനനം കൊണ്ട് യെരുശലേമിലാണ് പാർക്കേണ്ടതെങ്കിലും കർത്താവ്, സ്തോത്രം, ഗലീല ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തു. കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യഹൂദന്മാർക്ക് ഇപ്പോൾ യേശുവിനെ കുറിച്ച് എന്താ ചിന്ത? ഓ, ഒരു ഗലീലക്കാരൻ, who was crucified as a criminal, who was rejected as a blasphemer, who had nothing as his own, സ്വന്തമായിട്ട് ഒന്നുമില്ലാതെ ഒരു ദൈവ ദൂഷകൻ എന്ന നിലയിൽ ഇസ്രായേല്യരാൽ തള്ളപ്പെട്ട് ഒരു കൊടും ക്രിമിനലായി, ഒരു കൊടും കുറ്റവാളിയായി റോമക്കാരാൽ ക്രൂശിച്ചു കൊല്ലപ്പെട്ട്, അതും എവിടെ? ഔട്ട്സൈഡ് ദ സിറ്റി, പട്ടണത്തിന് പുറത്ത്. സ്തോത്രം. എബ്രായ ലേഖകന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പാളയത്തിന് പുറത്ത്. സ്തോത്രം, പാളയത്തിന് പുറത്ത്. അപ്പോൾ അത്രയ്ക്കും ഔട്ട്കാസ്റ്റായി, തള്ളപ്പെട്ടവനായി, കൊള്ളക്കാരൻ പോലെ മരിച്ച് മൺമറഞ്ഞു പോയെന്ന് കരുതുന്ന ഒരു ഗലീലക്കാരനാണിവൻ. ഇവൻ ഒന്നുമില്ല എന്ന് കരുതി അവനിൽ നിന്നും പതിയെ കുതറിമാറാൻ ശ്രമിച്ച എബ്രായ വിശ്വാസികളോട് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ എഴുതുകയാണ്, ഇല്ലില്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമില്ലാത്തവനായി പാളയത്തിന് പുറത്ത്, യെരുശലേം പട്ടണത്തിന് പുറത്ത് നിന്ദകൾ സഹിച്ച്, നഗ്നതയേറ്റ്, ക്രൂശിക്കപ്പെട്ട്, കുറ്റവാളിയെപ്പോലെ, ദൈവദൂഷകനെ പോലെ മരിച്ച ഒരു പാവപ്പെട്ട ഗലീലക്കാരനല്ലവൻ. He is the triumphant one. സ്തോത്രം. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തിയ ജയാളിയാണ്. സ്തോത്രം. ദൈവം തനിക്കുള്ള സകലത്തിന്റെ മേലും അവകാശിയാക്കി വച്ചിരിക്കുന്നവനാണവൻ. നിങ്ങൾ യേശുവിനെ വളരെ നിസ്സാരനായി കാണുന്നു. അരുതേ എബ്രായരെ, അരുതേ. സ്തോത്രം.
അരുതേ. പ്രൈസ് ഗോഡ്. ദൈവം അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ഫോർ ദ എൻറ്റയർ ക്രിയേറ്റഡ് വേൾഡ്, ഇൻക്ലൂഡിംഗ് ദ സ്പിരിറ്റ് വേൾഡ്, ദ സ്പിരിറ്റ് റിലം. സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും അധോലോകത്തിനും ഉലകിനും മീതെ അവൻ രാജാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനോട് ചേർത്തങ്ങ് പറയാം. സ്തോത്രം. 5-ാമത്തെ നിസ്തുലത നമ്മൾ കണ്ടല്ലോ. എഴുതിയത് എന്താണെന്ന് ഓർക്കുന്നുവല്ലോ. സ്തോത്രം. സമയം ലാഭിക്കാൻ ഇതിനോട് ചേർത്തങ്ങ് പറയുന്നേ ഉള്ളൂ. ദൈവത്താൽ ആക്കി വെച്ചു. ആക്കി വയ്ക്കപ്പെട്ടവൻ, വൺ ഹൂ ഈസ് അപ്പോയിന്റഡ് ബൈ ഗാഡ്. ദൈവത്താൽ നിയമിതൻ, ദൈവം നിയമിച്ചാക്കിയവൻ. വൺ ഹൂ ഈസ് ഓർഡൈൻഡ് ബൈ ഗാഡ്. സ്തോത്രം. ദൈവം അവനെ സകലത്തിനും അവകാശി ആക്കി വച്ചു. He appointed him, he ordained him, he commissioned him. So the commissioned one, the ordained one, the appointed one. ആരാ അവനെ നിയമിച്ചത്? നിങ്ങളുടെ സർവവും എന്ന് പറയുന്ന ദൈവപിതാവ് തന്നെ. സ്തോത്രം. ദൈവം തന്നെയാണ് അവനെ നിയമിച്ചത്. സ്തോത്രം. ദൈവത്താൽ നിയമിതൻ ആയവനാണവൻ. സ്തോത്രം. അപ്പോൾ സകലത്തിനും അവകാശിയായി, സ്തോത്രം, ആക്കി വയ്ക്കപ്പെട്ടവൻ. സ്തോത്രം. ആക്കി വയ്ക്കപ്പെട്ടവൻ. 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. 5:5 ഹീബ്രൂസ്, എബ്രായർ തന്നെ. അവണ്ണം ക്രിസ്തുവും നാലും കൂടെ ചേർത്ത് വായിച്ചു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. 6-ാം വാക്യം കൂടെ വായിച്ചോളൂ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനി 10-ാമത്തെ വാക്യവും കൂടെ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഇനി അതിലേക്ക് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പറഞ്ഞു വിടുന്ന ഇത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം കണ്ടോ, ഈ സ്ഥാനങ്ങൾ അഹറോന്റെ കാര്യം പറഞ്ഞാ വരുന്നത്, പൗരോഹിത്യത്തെ പറ്റി പറഞ്ഞാ വരുന്നത്. ഇത് സ്വയമായിട്ട് ഏറ്റെടുത്തത് അല്ല. സ്തോത്രം. ദൈവം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത പിതാവായ ദൈവം അവന് നൽകിയതാണ്. ഇവിടെ ദൈവത്താൽ നിയമിതനാണ്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവം നിയമിച്ചു, ആക്കി വച്ചു, അഭിഷേകം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തിന്? സകലത്തിനും അവകാശിയായി, സകലവും അവന്റെ കാൽ കീഴായിരിക്കുന്നു. സ്തോത്രം. പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിലും യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാനുള്ള കഴിവിലും ഒക്കെ സംശയിച്ചു പോയ പിന്മാറ്റക്കാരായ എബ്രായ വിശ്വാസികളോട് അപ്പോസ്തലൻ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ കരുതുന്നത് പോലെ അവൻ രക്ഷിപ്പാൻ
വല്ലഭത്വം ഇല്ലാത്തവനല്ല. സ്തോത്രം. അവൻ രക്ഷിപ്പാൻ വല്ലഭൻ തന്നെ. നിങ്ങൾ മറ്റൊരാളിനെ, മോശയാകട്ടെ, അബ്രഹാം ആകട്ടെ, അഹരോൻ ആകട്ടെ, മറ്റൊരാളിനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നെങ്കിൽ, സ്തോത്രം, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇല്ലില്ല, അവരും എല്ലാവരും ഇവന് കാൽ കീഴിലായിരിക്കുന്നു. അവർക്കാർക്കും സകലത്തിന്മേലും അവകാശം ലഭിച്ചിട്ടില്ല. അവരൊക്കെ ദാസന്മാർ മാത്രമായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ സംശയിക്കുന്ന, തള്ളിപ്പറയുന്ന ഈ മശിഹയോ അവയ്ക്കെല്ലാം അവകാശിയായവനാണ്. സ്തോത്രം. മഹത്വവും തേജസ്സും അണിഞ്ഞവനായി നാം നമ്മുടെ കർത്താവിനെ കാണുകയാണ് ഇവിടെ. എത്ര അഭിമാനമുണ്ട്! ഒരു കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി മരിച്ച യേശു ഇതാ മൂവുലകും അടക്കി ഭരിക്കുന്നവനായി മാറി. ഒരായുധങ്ങളും അവൻ എടുത്തിട്ടില്ല. ആരുടെയും രക്തം അവൻ ചൊരിഞ്ഞിട്ടില്ല. ആരുടെയും ഒന്നും അവൻ അപഹരിച്ചിട്ടില്ല. യാതൊരു തന്ത്രങ്ങളും അവൻ പയറ്റിയിട്ടില്ല. സ്തോത്രം. അവൻ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് പാപികളുടെ മുഴുവൻ പാപവും തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപത്തിന്റെ ശിക്ഷയും തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റ് ഒരു കുറ്റവാളിയെ പോലെ മരിച്ചു. ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ അവനെ കൈക്കൊണ്ടില്ല. പകരം പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലായി അവൻ മാറി. സ്തോത്രം. റിജക്റ്റഡ് സ്റ്റോൺ ആയിട്ട് അവൻ മാറി. തള്ളിക്കളയപ്പെട്ട കല്ലായിട്ട് അവൻ തീർന്നു. ആരും അവനെ സഹായിപ്പാൻ മുൻപോട്ട് വന്നില്ല. സ്തോത്രം. ആരും വന്നില്ല. സ്തോത്രം. അങ്ങനെ ആരോരുമില്ലാത്തവനായി, വസ്ത്രം പോലും ധരിക്കാത്തവനായി, ഒരു തുള്ളി വെള്ളം ദാഹത്തിന് കിട്ടാത്തവനായി പിടഞ്ഞു മരിച്ച യേശു. സ്തോത്രം. സകല മാനവജാതിയുടെയും പാപം തൻ്റെ മേൽ ഏറ്റെടുത്ത നസറായനായ യേശു. അങ്ങനെ അവൻ മരിച്ചുവെങ്കിലും that was not his destiny. അതായിരുന്നില്ല അവന്റെ അവസാനം. സ്തോത്രം. അതായിരുന്നില്ല അവന്റെ പര്യവസാനം. സ്തോത്രം. ഇങ്ങനെ നഗ്നനായി, അസ്ഥികൾ തമ്മിൽ ബന്ധം വിട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി, മുഖം തുപ്പലുകൊണ്ട് നിറഞ്ഞവനായി, മുഖരോമങ്ങളൊക്കെ വലിച്ചു പറിക്കപ്പെട്ടവനായി, നഗ്നമായ ശരീരം ഉഴവുചാലുകൾ പോലെ ചാട്ടവാറിന്റെ അടികൊണ്ട് ഉഴുതുമറിക്കപ്പെട്ടവനായി, ഒരു മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടക്കുന്ന, അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട മശിഹ. കഥ കഴിഞ്ഞില്ല. ഇവിടെ എബ്രായ ലേഖകൻ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അവൻ മരണത്തിൽ നിന്നും അജയ്യനായി ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടല്ലോ. അവിടെ പറഞ്ഞതുപോലെ അങ്ങനെ അവൻ യേശു ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും
ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം, വെറും മീതയല്ല, അത്യന്തം മീതെ ഇരുത്തി സകലവും അവന്റെ കാൽ കീഴിലാക്കി സകലത്തിനും മീതെ അവനെ അവകാശിയാക്കി തലയാക്കി വെച്ചു. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ മഹത്വം. സ്തോത്രം. ഇത്ര മഹത്വവാനായ കർത്താവിനെ വിട്ടിട്ട് നിങ്ങൾ മാറിപ്പോകല്ലേ, മാറിപ്പോകല്ലേ. സ്തോത്രം. കടകളിലും ചന്തസ്ഥലത്തുമൊക്കെ ചെന്ന് നമ്മൾ ചില കാര്യങ്ങൾക്ക്, ചില സാധനങ്ങൾക്ക് വില പേശും. എന്നിട്ട് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ അവിടെ നിന്നും നമ്മൾ ഇപ്പം വരാമെന്നും പറഞ്ഞു പോകും. അപ്പൊ കടക്കാർ പറയും, ഇതിനേക്കാൾ വില കുറഞ്ഞത് വേറെ എങ്ങും കിട്ടത്തില്ല നിങ്ങൾക്ക് കേട്ടോ, ഇത് ഈ കിട്ടുന്നത് വേണ്ടെന്ന് വെച്ച് പോകരുത്. ചിലപ്പോൾ അവർ കച്ചവടത്തിന്റെ തന്ത്രമായി പറയുന്നതാകാം, ചിലപ്പോൾ അത് സത്യമാകാം. ബാക്കി പല കടകളിലും കയറി ഇറങ്ങിയിട്ട് മനസ്സിലാകും, ശരിയാ, നല്ല സാധനം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവിടെ കിട്ടുന്നത്, എന്നാ പോയി മേടിക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ സാധനം തീരും. ഇവിടെ എബ്രായ ലേഖകൻ പറയുകയാണ്, ഈ കർത്താവിനെ വിട്ട് നിങ്ങൾ എങ്ങും പോകരുത്, ഇവനോളം ശ്രേഷ്ഠനായി വേറെ ആരുമില്ല. സ്തോത്രം. ഈ നസറായനായ യേശുവിനോളം ശ്രേഷ്ഠനായിട്ട് വേറെ ആരുമില്ല. സ്തോത്രം. അവൻ നിസ്തുലനാണ്. വേറെ ആരുടെയും അടുക്കൽ പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇവനിൽ നിന്നും ലഭിക്കുന്നത് നിങ്ങൾക്ക് വേറെ ആരിൽ നിന്നും ലഭിക്കില്ല. അവന്റെ വ്യക്തിപ്രഭാവം എത്ര ശ്രേഷ്ഠം. ഭൂമിയിൽ വെച്ച് നിസ്സാരന്മാരായ മനുഷ്യർ പോലും നമ്മുടെ കർത്താവിനെ നിന്ദിച്ചു. അവരറിഞ്ഞില്ല. പൗലോസ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ല. ഇല്ലായിരുന്നു. അവരറിഞ്ഞില്ല. സ്തോത്രം. ഏറ്റവും നിസ്സാരന്മാര് പോലും, എന്തിനേറെ ക്രൂശിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരും തലകുലുക്കി നമ്മുടെ കർത്താവിനെ ദുഷിച്ചു, നിന്ദിച്ചു. വഴിപോകുന്നവരും അവനെ നോക്കി അനുഭവിച്ചു എന്ന് പറഞ്ഞു. അതാ തലകുലുക്കി കർത്താവിനെ പരിഹസിച്ചെന്ന്, നിന്ദിച്ചെന്ന് പറയുന്നത്. ഒന്നും പറഞ്ഞില്ലേലും തലകുലുക്കിയതല്ല. അവർക്കൊന്നും യേശുവുമായി ഒരു ബന്ധമില്ലായിരുന്നു. ഈ കള്ളന്മാർക്ക് വല്ല ബന്ധമുണ്ടോ? ഈ വഴിയെ പോകുന്നവർക്ക്, ജസ്റ്റ് പാസേഴ്സ് ബൈ, വല്ല ബന്ധമുണ്ടോ? ഇല്ല. അവരുമൊക്കെ കയ്യിൽ കിട്ടിയതല്ലേ. സ്തോത്രം. പക്ഷേ പറയുക, അങ്ങനെ മരിച്ച യേശു അതുകൊണ്ട് തീർന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവനെ ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. ദൈവം അവനെ നിയമിച്ചതാണ്. താൻ സ്വയം ഈ സ്ഥാനം ഏറ്റെടുത്തതല്ല, ദൈവത്താൽ നിയമിതനാണ്. നാം അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 31-ാം വാക്യത്തിലും അത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആക്ട് 17:31 നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. സ്തോത്രം. നിയമിച്ച പുരുഷൻ മുഖാന്തരം. ആമേൻ. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഹല്ലേലൂയ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. ക്രിസ്തു നിയമിതനാണ്. ഹീസ് ദ അപ്പോയിന്റഡ് വൺ. സ്തോത്രം. ക്രിസ്തു നിയമിതൻ. പിതാവ് അവനെ നിയമിച്ചു. സ്തോത്രം.
നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ മനസ്സോടെ ഈ കർത്താവിനെ അഭിമാനത്തോടെ നമുക്ക് സേവിക്കാം. ആരും പിന്മാറ്റക്കാരാകല്ലേ. ഇത്ര ശ്രേഷ്ഠനായവനെ ആരും വിട്ടിട്ട് പോകല്ലേ. സ്തോത്രം. ഇത്ര ശ്രേഷ്ഠനായവനെ നമുക്ക് വേറെ എങ്ങും കിട്ടില്ല, ആർക്കും കിട്ടില്ല. നമുക്ക് നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്ന് ഈ കർത്താവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ ഭാഗ്യം നൽകിയല്ലോ ക്രൂശിൽ കിടന്ന ആ മാനസാന്തരപ്പെട്ട കള്ളനെ പോലെ. സ്തോത്രം. ആകയാൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ പിന്മാറാതെ ഈ കർത്താവിനെ നമുക്ക് പിൻഗമിക്കാം. സ്തോത്രം. നമുക്കും അവനോട് കൂടെ കൂട്ടവകാശം പ്രാപിക്കാം. നാമും മക്കളെങ്കിൽ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. ആ കൂട്ടവകാശം പ്രാപിച്ച് നിത്യനിത്യ യുഗങ്ങൾ കർത്താവിനോടുകൂടെ വാഴുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.